CJP ഇന്നത്തെ സമരം ഒരു കോമഡി ആയിരുന്നല്ലോ. ഇത് പൊട്ടി പാളിസായി കഴിഞ്ഞപ്പോൾ നോക്കൂ, ഇപ്പൊ കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിന്റെ ഇന്നത്തെ അവരുടെ ഓൺലൈൻ്റെ ഹെഡിങ് എന്താണെന്നറിയോ? കടുപ്പിച്ച് രാഹുൽ ഗാന്ധി സമരം തുടരണം എന്ന് CJPയോട് ആഹ്വാനം ചെയ്താണ്. ഇതിൽ ക്ഷമിക്കണം, തുടങ്ങിയപ്പോ ആ ഐറ്റത്തെ ഞാൻ മറന്നുപോയി. അല്ല, ആ ഐറ്റത്തെ എല്ലാരും മറന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ. അപ്പൊ ഇത് ഏഷ്യാനെറ്റ് ഓൺലൈനിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പൊ എനിക്ക് അതിനകത്ത് ഭയങ്കര തമാശയായിട്ട് തോന്നിയത് ഈ കടുപ്പിച്ച് രാഹുൽ ഗാന്ധി എഴുതാൻ കാണിക്കുന്ന മനസ്സ്. അതായത് കഴിഞ്ഞ 2 മാസമായിട്ട് ഈ മഹാൻ എവിടാന്നറിയില്ല, ഇയാളെ കാണാനില്ലായിരുന്നു. ഇദ്ദേഹം മുൻപ് പ്രതിനിധീകരിച്ച, ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ അനിയത്തി പ്രതിനിധീകരിക്കുന്ന മണ്ഡലത്തിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ടിരിക്കുകയാണ് വയനാട്ടിൽ. അവിടേക്ക് ചേട്ടനും വന്നിട്ടില്ല, അനിയത്തിയും വന്നിട്ടില്ല. അനിയത്തി സിറ്റിംഗ് MP ആണ്, തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ ആർക്കും പ്രതിഷേധമില്ല. ഇവിടെ ഇപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് പോലാണ് പ്രിയങ്ക ഗാന്ധിയുടെ മൂക്കെന്ന് എഴുതാനാണ് ഇവിടുത്തെ പത്രക്കാർക്ക് താല്പര്യം. എന്തൊരു കുഴലൂത്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ മഹാൻ ഇപ്പം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ആ ഇരിക്കുന്ന പോസ്റ്റിനെങ്കിലും ഒരു വില കാണിക്കണ്ടേ? ഇദ്ദേഹം എവിടാന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇദ്ദേഹം എവിടായിരുന്നു കഴിഞ്ഞ കുറേ നാൾ? ഇന്ന് എവിടുന്നോ വന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ പോട്ടെ, രാഹുൽ ഗാന്ധി അങ്ങനെയാണ്, അദ്ദേഹത്തിന് പക്വതയും പാകതയും ഇല്ല, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇത് എഴുതുന്ന പത്രക്കാരുടെ മനസ്സാണ് കടുപ്പിച്ച് രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ വീണ്ടും കൊടുത്ത് ബൂസ്റ്റപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ആളുകൾ സ്വയം തൊലിയുരിയുന്നൊരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് ജന്തർ മന്ദറിലൊക്കെ കാണുന്നത്. അങ്ങനെ CJPയും ഒരു ഊതി വീർപ്പിക്കപ്പെട്ട ബലൂണായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അതാണ് പറയാനുള്ളത്. അത് കഴിഞ്ഞു, ആ ചാപ്റ്റർ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.